ഞാൻ ഈ വീഡിയോ കണ്ടു. പിന്നെ എന്തൊക്കെയാ ഇപ്പോൾ ഒരു പറയണ ജെൻസ്പാർക്ക് AI ഈ വീഡിയോ സമ്മറൈസ് ചെയ്ത് തരും. അയാൾ കാര്യമായിട്ട് പറയണത് 3 പോയിൻ്റുകളാണെന്ന് തോന്നുന്നല്ലേ. സോൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഈ സ്വന്തം ബോഡിയുടെ പുറത്ത് പോയിട്ട് ബോഡിയെ തന്നെ കണ്ടു, പുറത്തുനിന്ന് വേറൊരു വിഷൻ ഉണ്ടായിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ളതും. പിന്നെ അബ്സ്ട്രാക്റ്റ് തോട്ട്സിന് ബ്രെയിനിലൊരു ഏരിയ അല്ല. അത് ഞാൻ ഇതിൻ്റെ എല്ലാം ഒരു ഫാക്ട് ചെക്ക് ചെയ്തിരുന്നു, വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇങ്ങനെ ഇഫ് ദർ ഇസ് എനി റോങ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഫാൾസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ബ്രെയിനിൻ്റെ ഒരുപാട് ഭാഗം നഷ്ടപ്പെട്ടാലും കോൺഷ്യസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഫാൾസ് വരാൻ കാരണം ഒരു വലിയൊരു പെർസെൻറ്റേജും ഗർഭാവസ്ഥയിൽ തന്നെ മരിച്ചു പോകുന്നു. പിന്നെ ജീവിതത്തിൻ്റെ വേറൊരു ഭാഗത്തുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ 1 വർഷം കൊണ്ടൊക്കെ മരിച്ചു പോകുന്നുണ്ടെന്നും. പക്ഷെ 1 വർഷം കൊണ്ട് മരിച്ചു പോകണമെങ്കിലും ആ സമയത്തിന് വരെ ഒരു ഞാൻ എന്നുള്ളൊരവസ്ഥയൊക്കെ തോന്നുന്നുണ്ടല്ലോ. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എക്സാജറേറ്റഡ് എന്ന് പറയുന്നത് 40% ഓഫ് കോമയിലുള്ള ആൾക്കാർ, 40% പറഞ്ഞാൽ എല്ലാവരും കോമയിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ സിമ്പിളായിട്ട് 40% എന്നൊക്കെ പറയാനൊക്കെ കഴിയാൻ കാരണം. അല്ലെങ്കിൽ ഒരു ബ്രെയിനിലെ എല്ലാ ബ്ലഡും എടുത്ത് കളഞ്ഞിട്ട് ഹാർട്ട് സ്റ്റോപ്പ് ചെയ്തൊരു 30 മിനിറ്റ് സർജറി നടത്തിയത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. അയാൾ ആ മ്യൂസിക് കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ നമുക്കെല്ലാവർക്കും 100% അറിയുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ ബ്രെയിൻ ബോഡീനെ കാണുന്ന അവസ്ഥ. അതിനോട് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് 14 വയസ്സായിരുന്ന സമയത്ത് ഉറങ്ങിയ സമയത്ത് ഇങ്ങനെ ബോഡിയെ കണ്ടു എന്നും അടുത്ത് കിടക്കുന്ന സഹോദരനെ കണ്ടു എന്നും. അപ്പോൾ അതിന് സയൻറ്റിഫിക്കലി ഒരു ഇതില്ല. അപ്പോൾ അവരൊക്കെ പറയുന്നത് ബ്രെയിൻ തന്നെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുകയായിരിക്കുകയാണെങ്കിൽ എന്നുള്ള. പക്ഷെ അപ്പോഴും ഈ മ്യൂസിക് കേൾക്കുമല്ലോ. അതൊക്കെ ഇയാൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്യുന്നുള്ളൂ, എല്ലാം ഉള്ള കാര്യം തന്നെയാണ്. ഈ ഫ്രീ വിൽ എക്സ്പെരിമെൻ്റൊക്കെ ഭയങ്കര വിഷയമുള്ള കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ ബ്രെയിൻ എന്താണെന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യണതിനെക്കുറിച്ച് നമുക്ക് അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഐഡിയ വന്നത് 2015 ശേഷമാണ്. AI ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നതല്ലേ. അതായത് ഇൻഫർമേഷൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് എല്ലാ ക്ലോസ്ഡ് സിസ്റ്റംസും പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് പുറമേ വേറൊരു സംഭവം ഉണ്ടാവും എന്നുള്ളത്. വേറെ പുറമേ ഉണ്ടാകുന്ന സംഭവമാണ് ഈ സോള്, അല്ലെങ്കിൽ ഈഗോ, ബുദ്ധി. ഒക്കെ ആ ഒരു സെയിം പ്രിൻസിപ്പിളാണ്. അതിൻ്റെ മാത്തമാറ്റിക് സംഭവങ്ങൾ വന്നു, അതിൻ്റെ തിയറീസ് വന്നു. അതിനാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നോബലും മാത്തമാറ്റിക്സ് അവാർഡുകളും ഫിസിക്സ് അവാർഡുകളൊക്കെ കിട്ടുന്നത്. എന്താണ് ബ്രെയിൻ എന്നതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ കിട്ടി തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ റിസർച്ചിൻ്റെ തുടക്കത്തിലാണ് മനുഷ്യന്മാരെന്ന് പറയാം. പക്ഷേ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പണ്ടേ മനുഷ്യന്മാർ പറയുന്നുണ്ട്. സയൻസ് അതിനെ വലിയ കാര്യമാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും പ്രത്യേക ഫ്രീക്വൻസികളൊക്കെ കൊടുത്തിട്ട് പ്രത്യേക ചിട്ടകളൊക്കെ ചെയ്താൽ ഉറക്കത്തിൽ ബോഡിയിൽ നിന്ന് എണീക്കാൻ കഴിയുന്നും ലോകത്ത് കറങ്ങാൻ കഴിയുന്നും അതൊക്കെ തന്നെയല്ലേ ഈ തയ്യസമന്തയും ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയകളൊക്കെ കാലങ്ങളായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു സോളുണ്ടോ എന്ന് മറ്റാളി പറഞ്ഞ പോലെ അതൊരു സയൻസ് ക്ലാസ് അല്ലല്ലോ, അതൊരു ഇതല്ലേ, കുർബാനമായൊരു സ്ഥലമല്ലേ. അതുകൊണ്ടാണ് മൂപ്പര് സിമ്പിളായിട്ട് അതൊരു സ്പിരിറ്റാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ സോൾ സ്പിരിറ്റാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ
തിയോളജിക്കലി ഓക്കെ ആയിരിക്കാം, നമുക്ക് സോൾ സ്പിരിറ്റാണ് അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? സയൻസും അങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കൊടുത്താണ്, ജസ്റ്റ് അതിൻ്റെ പണിയിൽ ആണിപ്പോഴും. വേറെ എന്തെങ്കിലും പറയണ്ടോ അയാൾ കാര്യമായിട്ട്? ബ്രെയിൻ എന്താണെന്ന് വെച്ചാൽ, ബ്രെയിൻ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ആണെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, പിന്നെ സയൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിന്ത. കാരണം എന്ന് വെച്ചാൽ ബ്രെയിന് സാധാരണ കമ്പ്യൂട്ടറുകൾ ചെയ്യുന്ന അതിനെക്കാട്ടിലും 10 മടങ്ങ് എന്താണ് കമ്പ്യൂട്ടേഷൻ പവർ വേണ്ട കാര്യങ്ങൾ ബ്രെയിൻ ചെറിയ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കാര്യം. ബൈനറി കോഡല്ലാതെ എല്ലാ 1ൻ്റെയും 0ൻ്റെയും ഇടയ്ക്ക് ഇൻഫിനിറ്റ് പോസിബിൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അവസ്ഥക്കാണ് നമ്മൾ ക്വാണ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് ബ്രെയിൻ ചെയ്യണത്. അപ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഈ ന്യൂറോ സർജൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടിക്കളി എന്നേ പറയാൻ പറ്റുള്ളൂ അതിനൊക്കെ. അല്ലാതെ അതിൻ്റെ ഒരു അത് ബ്രെയിൻ ബോധം ഉണ്ടാക്കുന്നതിൻ്റെ യാതൊരു ഐഡിയയും നമുക്കില്ല. അതുകൊണ്ടാണ് ഫ്രീ വില്ലുണ്ടോ ഇല്ല എന്ന് പോലും മനുഷ്യന്മാർക്ക് പറയാൻ കഴിയാത്തത്. കാരണം ഈ ഫ്രീ വില്ലിൻ്റെ ഉടമ ആരാണത് തീരുമാനിക്കുന്നത്? കള്ള് കുടിച്ചാൽ ആൽക്കഹോൾ ബോഡിയിലെത്തിയാൽ ആൽക്കഹോൾ ആവും പിന്നെ അതിൻ്റെ ഉടമ, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ വേറൊരു കാര്യം, ഫ്രീ വില്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറേ കാലമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് വീഡിയോകൾ കണ്ടു. അതിന് ഒരാൾ പറഞ്ഞൊരു കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഫ്രീ വില്ല് ഉണ്ടോ ഇല്ല എന്നുള്ളത് സയൻസിന് അറിയില്ല, പക്ഷേ ഫ്രീ വോണ്ട്. അത് ഇയാൾ തന്നെയാണല്ലേ ഫ്രീ വോണ്ട് എന്ന് പറഞ്ഞത്? ഞാൻ നിങ്ങൾ അന്ന് അയച്ചെന്ന് കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. ആ സംഭവം വളരെ ശരിയാണ്. കാരണം ചിലപ്പോൾ അത് ഇയാൾ തന്നെയാണോ പറഞ്ഞത്? എനിക്ക് കാണുന്നില്ല. അതാ ഫ്രീ ഫോൺ ഇയാളുടെ ബെഞ്ചമിൻ ലിബർട്ട്. അത് ശരിയാണ്. നമ്മൾ പറയുന്ന സാധനത്തിന് നോ എന്ന് പറയാൻ കഴിയും. യെസ്, അതിങ്ങനെ നമുക്ക് ലിമിറ്റഡ് ഓപ്ഷൻസ് അല്ലേ നമുക്ക് എന്തായാലും ഉള്ളൂ. ഇപ്പോൾ ഫ്രീ വില്ല് ഉണ്ട് എന്ന് പറയുകയാണെങ്കിലും എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻസ് അല്ലേ എനിക്കുള്ളൂ. ആ മുന്നിലുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞത് ഞാൻ തീരുമാനിച്ച ഓപ്ഷൻസ് അല്ലല്ലോ. അതേപോലെ തന്നെയാണ് ബ്രെയിന് നമുക്ക് തരുന്ന ഓപ്ഷൻസും. ഏതായാലും അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് വിഷയം. ഇതിലിപ്പോൾ ഉണ്ടാക്കിയ എന്തൊക്കെയാണ്? ഇതിപ്പോൾ എത്ര മിനിറ്റായി ഈ വീഡിയോ? ഞാനൊന്ന് കണ്ടോട്ടെ, ഞങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുന്ന വീഡിയോ ആണോ?